ഓഖിയിൽ തുടങ്ങി 2 പ്രളയങ്ങളിൽ വിറങ്ങലിച്ച് നിപ്പയിൽ ഭയന്നു വിറച്ചൊടുവിൽ കോവിഡിൽ എത്തി നിൽക്കുന്ന കേരളത്തിലേക്ക് ഇടതുപക്ഷം ഇറങ്ങി. ദുരന്തങ്ങൾ അശിരിപാദം പോലെ പെയ്തിറങ്ങിയപ്പോൾ ഇന്നാട്ടിലെ ജനങ്ങളെ ഞാനുണ്ട് നിങ്ങൾക്കൊപ്പം പാറ പോലെ എന്നാവർത്തിച്ചാണയിട്ടൊരു മുഖ്യമന്ത്രി. ഏതു വറുതിക്കാലത്തും കേരളത്തെ പട്ടിണിക്കിടാതെ നോക്കും എന്ന് മന്ത്രം പോലെ ഉരുവിട്ടൊരു സർക്കാർ 5 പൈസയുടെ ഗതിയില്ലാതെ നട്ടം തിരിഞ്ഞ സമയത്ത് മുടങ്ങാതെ കിട്ടിയ ക്ഷേമ പെൻഷനും സമൂഹ അടുക്കളയും പലവ്യഞ്ജന കിറ്റും പച്ചക്കറി കിറ്റും ഒന്നും ജനം മറന്നില്ല. അതിനു മീതെയായിരുന്നില്ല കേരളത്തിന് മനസാക്ഷിക്ക് സ്വർണ്ണക്കടത്തും ശിവശങ്കറും സ്വപ്നയും ലൈഫും സ്പ്രിംഗ്ലറും കിഫ്ബിയും ഒന്നും. 10ഓളം അന്വേഷണ ഏജൻസികൾ പത്മവ്യൂഹം തീർത്തപ്പോഴും വികസനത്തെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന പിണറായി വിജയന്റെ വിജയമാണ് ഇന്നലെ കണ്ടത്. പ്രതിപക്ഷ നിരയിൽ തുടങ്ങിയിട്ടുണ്ട് പതിവ് കലാപരിപാടികൾ. പാറ്റേണിൽ മാറ്റമില്ല. ആദ്യം വരും പോയ വർഷത്തെ കണക്കും ഈ വർഷത്തെ കണക്കും. പിന്നീട് വരും നേതൃമാറ്റ ആവശ്യം. തുടർന്നു വരും നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങൾ. തെരുവിൽ ഗോഗോവിളി വിഴിപ്പലക്ക്. ഇത്രയും അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടും മുതലാക്കാൻ കഴിയാത്ത പ്രതിപക്ഷത്തിന്റെ ഭരണമാറ്റ സ്വപ്നമായി അവശേഷിക്കുമോ? ഓരോ അരമണിക്കൂറിലും നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ വോട്ട് കൊണ്ടുവരുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വിശ്വാസമെങ്കിൽ ഭരണ തുടർച്ചയിലേക്കോ പിണറായി സർക്കാർ? പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം.